നമസ്കാരം. മിസ്റ്റർ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാനത്തിലെ അധ്യപനായിരിക്കുന്ന ആളല്ലേ. ഒരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. ഞാൻ മലങ്കര കത്തോലിക്ക സഭയിലെ വൈദിക വൃത്തിയിൽ 12 കൊല്ലം ജീവിച്ച ഒരാളാണ്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജാതി മത വർഗീയത അല്ലെങ്കിൽ വെറി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടെ ഓർത്തു നോക്കണം. പിന്നീട് സുൽത്താൻ ബത്തേരിയിൽ ഞങ്ങൾക്കെന്ന് പറയുന്നത് നമുക്കെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ജോസഫ് മാർ തോമസ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാനല്ലേ കോനാത്ത് പിതാവെന്ന് ഞാൻ വിളിക്കും. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ഒരു കോളേജുണ്ട് ഇവിടെ. ആ കോളേജിന് പഴശ്ശിരാജ കോളേജെന്നാണ്. എന്താ നമ്മുടെ കൂട്ടത്തിൽ മെത്രാന്മാർക്ക് പേരില്ലാത്തതുകൊണ്ടാണ് ആ പഴശ്ശിരാജ കോളേജ് മാറ്റാത്തത്. ജാതിയും മതവും വർഗീയതയൊന്നുമല്ല പറയണേ. ആ പഴശ്ശിരാജ എന്ന ആളിൻ്റെ പേര് അവിടെ നിലനിർത്തണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നാക്കിൻ്റെ എ കിട്ടിയിട്ടുള്ള ഒരു കോളേജ്. നാക്കിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എൻ്റെ വിചാരം. അപ്പോൾ ആ കോളേജിൻ്റെ പേര് പോലും മാറ്റുന്നില്ല അവിടെ. പിന്നെ സുൽത്താൻ ബത്തേരിയിൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഇലക്ഷൻ നടക്കുമല്ലേ, ചെറുതായിട്ടെങ്കിലും നാട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്ക്, ഈ പേരൊന്ന് മാറ്റാവുമെന്ന്. അല്ലെങ്കിൽ KB ഗണേഷ് കുമാർ ഫുള്ള് വണ്ടിയുടെ സുൽത്താൻ ബത്തേരി എന്ന് പേരെന്ന് എഴുതി മാറ്റാൻ പറ. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് മാറ്റാം, നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് എടുക്കാം. ചരിത്രത്തിൽ സുൽത്താൻ എന്തായാലും ഒരു സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. സാറേ, ഇത്രയും വർഗീയത ലോകത്തിൽ പരത്തരുത്. അത് ഞാൻ സുരേന്ദ്രൻ സാറിനോട് പറയണം. ഇത്രയും വർഗീയത ലോകത്തിൽ പുലർത്തരുത്. പഴശ്ശിരാജയെ ക്രിസ്ത്യാനികൾ ഇത്രയും ബഹുമാനിക്കുന്നെങ്കിൽ ആ പേര് മാറ്റാത്തത് മാറിവാനീസ് എന്ന പേരില്ലാത്തത് കൊണ്ടല്ല. മാർ ബസേലിയോസ് പിതാവ് അവിടെ അടിസ്ഥാനം ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭദ്രാസനമുണ്ട് അവിടെ. അദ്ദേഹത്തിന് വേറെ പേര് മാറ്റാൻ സാധിക്കാഞ്ഞതുകൊണ്ടല്ല. പക്ഷേ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങളിലെങ്ങും പോയാൽ വിവാഹത്തിന് മിന്ന് ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇവിടെ മിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഭാരതത്തിൻ്റെ ഈത്തോസ് ദാറ്റ് വി ആർ ടേക്കൺ ആൻഡ് വി വാണ്ട് ദ ട്രാങ്ക്വിലിറ്റി ഓഫ് റിലീജിയസ് നേച്ചർ. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു മഹാരാജ്യത്തിൽ ഇത്രത്തോളം വർഗീയത വെച്ചും വർഗീയതയിൽ വിഭജിച്ചും ഒന്നും ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കരുത്. എല്ലാവരും ജയിക്കട്ടെ, ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരും കടന്നു വരട്ടെ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, വർഗീയത മാത്രം പറഞ്ഞ് സുരേന്ദ്രൻ ചേട്ടാ ഇത്രത്തോളം ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും മാറ്റാൻ പരിശ്രമിക്കരുത്. താങ്കൾ ഒറ്റയ്ക്കിരുന്ന് പരിശ്രമിച്ചാലും അങ്ങനെ മാറില്ല. കേരളത്തിൽ മാറ്റാൻ പാടാ. കൊല്ലത്തിന് വേറൊരു പേരുണ്ടായിരുന്നു, ദേശങ്കി നാട്. തിരുവനന്തപുരത്തിൻ്റെ പേരുണ്ടായിരുന്നു, അനന്തപുരി. ഇതൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ദേശങ്കി നാട് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നൊരു പേരല്ലേ. ആലപ്പുഴ, അത് ഇംഗ്ലീഷിൽ മാറ്റം. അല്ലെങ്കിൽ വെനീസിൻ്റെ വ്യാപാര കേന്ദ്രം എന്നൊക്കെ പറയും. ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നില്ല തൽക്കാലം. അതുകൊണ്ട് സുരേന്ദ്രൻ ചേട്ടൻ്റെ വലിയ സ്വപ്നമൊക്കെ കൈവെക്കുക. ഒന്ന് ജയിച്ച് കാണിക്കാവോ, ബാക്കി പിന്നെ പറഞ്ഞുതരാം.